ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫിക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് വരെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇന്ന് 15 ക്വസ്റ്റ്യൻസ് തൊട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ അല്യൂഷനാണ് ഫസ്റ്റ് ഉള്ളത്. അല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പരാമർശം, അതാണ് അല്യൂഷനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്തിലേക്കൊക്കെ? ടു അനദർ ലിറ്റററി ഓർ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഇവൻറ്റ്. അതായത് അനദർ ലിറ്റററി, വേറെ ലിറ്റററിയിലേക്ക്, ഓർ ഹിസ്റ്റോറിക്കൽ വർക്ക്. ഒന്നെങ്കിൽ ഒരു ലിറ്റററി ആവാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഇവൻറ്റ്, അങ്ങനെ എന്തോ ആവാം. അതിലേക്കൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ആണ് അല്യൂഷന്. പിന്നെ ആ റെഫറൻസുകളും അങ്ങനെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. കാരണം അത് ഓതർ പറയാണ് റീഡേഴ്സിന് അത് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അല്യൂഷൻ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് റെഫറൻസ് ആണ്. ഇതിലേക്കൊക്കെ ടു അനദർ ലിറ്റററി, ഹിസ്റ്റോറിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഇവൻറ്റ്. പിന്നെ റെഫറൻസ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഓതർ തിങ്സ് ദാറ്റ് ദ റീഡർ നോസ് അബൌട്ട് ദ അല്യൂഷൻ. അല്യൂഷനെ കുറിച്ച് റീഡേഴ്സിന് അറിയാമെന്ന് ഓതർ തിങ്ക് ചെയ്യണതുകൊണ്ടാണ്. ഓക്കെ, അത്ര എഴുതിയാൽ മതി. പിന്നെ 16th ക്വസ്റ്റ്യന് ഡിയോസ് എക്സ് മെഷീന എന്നൊരു ക്വസ്റ്റ്യനാണ്. അതൊരു ലാറ്റിനാട്ടോ ഫ്രേസ്, ലാറ്റിൻ ഫ്രേസാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ മീനിങ് എന്താണ്? ഗോഡ് ഫ്രം എ മെഷീൻ. ഒരു മെഷീനിൽ നിന്ന് ഗോഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു ലാറ്റിൻ ഫ്രേസാണ്. അതിൻ്റെ മീനിങ് ഗോഡ് ഫ്രം എ മെഷീൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിലൊക്കെ നാടകമൊക്കെ കളിക്കുമ്പോൾ വിഷമമുള്ള ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്താ പരിഹാരം കാണാൻ അവർക്ക് പറ്റാതാവുമ്പോൾ അവർ ദൈവങ്ങളെ ഒരു യന്ത്രത്തിലാക്കിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബിലീവായിരുന്നു പണ്ടത്തെ കാലങ്ങളിൽ. അതായത് ദൈവങ്ങളെ, ഡെയ്റ്റീസിനെ മെഷീനിൽ ഘടിപ്പിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ, the machine in question is a mechanical device used in ancient theatre. അതായത് ancient theatreൽ to transport deities onto the സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ. ഡെയ്റ്റീസാണ് ദൈവങ്ങൾ. അറ്റ് എ ക്രിട്ടിക്കൽ പോയിൻ്റ്, ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പോയിന്റിൽ ടു റിസോൾവ് എ കോൺഫ്ലിക്റ്റ്, ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഭാഷയിൽ ഉണ്ടാക്കി എഴുതിയ ചോദിച്ചാൽ നമ്മുടെ ഭാഷയിൽ ഇപ്പം പറഞ്ഞതല്ലോ അതിൻ്റെ മീനിങ്, അത് നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കി എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അതാണ്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ പണ്ട് കാലങ്ങളിൽ റിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകമൊക്കെ നടക്കുന്ന സ്റ്റേജിലേക്ക് ദൈവങ്ങളെ, ഡെയ്റ്റീസിനെ ഒരു ട്രാൻസ്പോർട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ധൈര്യം മതി. പക്ഷേ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അത് ചില അസാധ്യമായ ട്വിസ്റ്റുകളിലൊക്കെ കഥകളിൽ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ എങ്ങനെയാണ് ആ ഒരു പരിഹരിക്കുന്ന വിധം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിയാക്കിയിട്ട് ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു കളിയാക്കലായിട്ടാണല്ലേ, ഇപ്പോൾ ഒരു കളിയാക്കലായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊരു ലാറ്റിൻ ഫ്രേസാണ്. മീൻസ് ഗോഡ് ഫ്രം എ മെഷീൻ. അതെന്താ വെച്ചാൽ മെഷീനാണ് അത്. ഓക്കെ ഇതാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇതന്നെയാണ് ക്വസ്റ്റ്യൻസ്. എനിക്ക് നോക്കിയാൽ അറിയാം 17th ക്വസ്റ്റ്യൻസ്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്പർ ഇട്ടിട്ട് അത് മാത്രം എഴുതിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് കാണിക്കണം, നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് വായിക്കണം. എന്തായാലും ടെക്സ്റ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ 17th ക്വസ്റ്റ്യന് എപ്പിഗ്രാഫാണ്. എപ്പിഗ്രാഫ് സിമ്പിളാട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ടെക്സ്റ്റ്, നമ്മളിപ്പോൾ പുതിയ പാഠം തുടങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾ കാണാമല്ലോ 2 ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് ഒരു രണ്ട് എന്താ പറയുക, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ്സോ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടാവും. അതായത് പേജിൻ്റെ ഫസ്റ്റ് തന്നെ നടുവിലാക്കിയിട്ട് 2 കൊട്ടേഷനൊക്കെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും. അതാണ് എന്ത്? എപ്പിഗ്രാഫ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഷോർട്ട് കൊട്ടേഷനാണ്. ഓർ സെയിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ചാപ്റ്റർ ഓർ എ ബുക്ക്. ഒരു ചാപ്റ്ററിൻ്റെയോ ബുക്കിൻ്റെയോ എന്താണ് ബിഗിനിങ്ങിൽ പറയുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ആ ഒരു ടോട്ടൽ, ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ആണെങ്കിൽ ആ ഒരു ടോട്ടൽ ചാപ്റ്ററിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു തീം നമുക്ക് തരികയാണ് അല്ലേ. അപ്പോൾ അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പാഠം എന്തിനെ കുറിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷോർട്ട് കൊട്ടേഷനാണ്. ഓർ സെയിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ചാപ്റ്റർ ഓർ എ ബുക്ക്, ഇറ്റ് ഗിവ്സ് ദ തീം ഓഫ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ 18th ക്വസ്റ്റ്യന് ആന്ത്രോപോമോർഫിസാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ മൃഗങ്ങൾ, പക്ഷികൾ, അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കൾക്കൊക്കെ മനുഷ്യൻ്റെ ഹ്യൂമൻ ക്വാളിറ്റീസിൻ്റെ അഥവാ ഹ്യൂമൻ ക്യാരക്ടറിൽ എന്താണ് കൽപ്പിച്ചു കൊടുക്കുക, അവർക്ക് അങ്ങനെ കൽപ്പിച്ചു കൊടുക്കുക. അതിനാണ് ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ അട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്
ടു ആനിമൽസ് ആൻഡ് അതർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുക ഓഫ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഹ്യൂമൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടു ആനിമൽസ് ആൻഡ് അതർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, അനിമൽസ് അല്ലാത്ത ഒബ്ജക്ട്സിനും കൽപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ അതിന് എക്സാമ്പിളാണ് പറയുന്നത് ജോർജ് ഓർവെല് എഴുതിയ അനിമൽ ഫാം എന്ന് പറഞ്ഞിട്ടുള്ളൊരിതാണ്. പിന്നെ പേഴ്സോണിഫിക്കേഷനുമായിട്ട് ആന്ത്രോപോമോർഫിസം കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആന്ത്രോപോമോർഫിസത്തിൽ മനുഷ്യരല്ലാത്തവർക്ക് മനുഷ്യൻ്റെ കഴിവുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പേഴ്സോണിഫിക്കേഷനിൽ മനുഷ്യരല്ലാത്തവർക്ക് അത്രയും ഗുണങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഇത് തോന്നിപ്പിക്കുന്നു, ഗുണങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു എന്ന് മാത്രം പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ആന്ത്രോപോമോർഫിസത്തിൽ മനുഷ്യരല്ലാത്തവർക്ക് മനുഷ്യൻ്റെ ഗുണങ്ങളുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആന്ത്രോപോമോർഫിസം എന്ന് വെച്ചാൽ അത് ദിസ് ഈസ് ദ അട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു animals or other inanimate objects, animals, birds, other inanimate objects. പിന്നെ അതിനൊരു എക്സാമ്പിൾ ജോർജ് ഓർവെല്ലിൻ്റെ അനിമൽ ഫാമാണ് അതിനൊരു എക്സാമ്പിൾ. പിന്നെ മറ്റേ പേഴ്സോണിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതെന്താ വെച്ചാൽ ആന്ത്രോപോമോർഫിസം ഈസ് സംവാട്ട് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സോണിഫിക്കേഷൻ, ഡിഫറെൻ്റ് ആണ്. അതെന്താ വെച്ചാൽ ഇൻ ആന്ത്രോപോമോർഫിസം ദ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി പോസസ് ദ ഹ്യൂമൻ ട്രേറ്റ്സ്, പോസസ് ചെയ്യുന്നുണ്ട്, അത് ഉണ്ട് എന്ന് തന്നെ ധരിപ്പിക്കുന്നുണ്ട്. ബട്ട് ഇൻ പേഴ്സോണിഫിക്കേഷൻ ദ നോൺ ഹ്യൂമൻ എൻറ്റിറ്റി സീംസ് ലൈക്ക് പോസസിങ് ദം, അതായത് തോന്നിപ്പിക്കുക. ഓക്കെ, അത് എഴുതാൻ തീരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കി എഴുതിയാലും മതി, അതതിനെ കറക്റ്റ് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, 98th ക്വസ്റ്റ്യൻ ആണ് പാരഡി. പാരഡി എന്താണെന്ന് വെച്ചാൽ കളിയാക്കിയിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരാൾ ചെയ്തു വെച്ച വർക്കുകൾ അല്ലെങ്കിൽ ലിറ്റററി ജനറൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതർ ചെയ്തു വെച്ച വർക്കിനൊക്കെ ഒന്ന് കളിയാക്കിയിട്ട് മോക്ക് ചെയ്തിട്ട് ഇമിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ വർക്ക്, സ്റ്റൈൽ ഓഫ് എ ഓതർ അല്ലെങ്കിൽ ഒരു ലിറ്റററി ജനറൽ, അതാണ് പാരഡി. ഓക്കെ, ഒരു പുസ്തകത്തെയോ അല്ലെങ്കിൽ ഒരു ഓതറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിറ്ററേച്ചറിനെയോ ഒക്കെ കളിയാക്കിക്കൊണ്ട് അതിനെ അനുകരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, പാസ്റ്റീഷ്. പാസ്റ്റീഷ് ഒരു ടെക്സ്റ്റാണ്. അതായത് നമ്മളിപ്പോൾ മറ്റ് ടെക്സ്റ്റുകളിൽ നിന്നും കടമെടുത്തിട്ട് എഴുതുക. പക്ഷേ ഇത് എന്താ പറയുക, പ്ലാജിയാരിസം മാറിയില്ല. പ്ലാജിയാരിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചീറ്റ് ചെയ്യാണ്, കട്ടെടുത്ത് എഴുതുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഓപ്പണായിട്ട് എഴുതുകയാണ്. അതായത് മറ്റു ടെക്സ്റ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റീഷ് എന്ന് വെച്ചാൽ മറ്റു കൃതികളിൽ നിന്നും കടമെടുത്ത് കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ടെക്സ്റ്റ്, ഒരു രചന. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്ത ടെക്സ്റ്റാണ്. പിന്നെ ഇതാ ബോറോ ഫ്രം അതർ ടെക്സ്റ്റ്, മറ്റ് ടെക്സ്റ്റുകളിൽ നിന്ന് കടമെടുത്തതാണ്. പിന്നെ പണ്ട് കാലത്തൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ ഒരു ഒറിജിനാലിറ്റിയിൽ, കാരണം അത് ഒരു വേറെ ഒന്നിന്ന് എടുത്ത് കോപ്പിയായിട്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത പോലെയായിരുന്നു പണ്ട് കാലത്ത് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ റെസ്പെക്റ്റബിലിറ്റി ഉണ്ട് ഇതിന്. പക്ഷേ ഇത് പ്ലാജിയറിസം മാതിരിയല്ല. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഓപ്പൺ ബോറോവിങ് ആണ് വിത്ത് നോ ഡിസെപ്റ്റീവ് ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ ബോറോ ഫ്രം അതർ ടെക്സ്റ്റ് ആണ്. ഓൾഡൻ ഡേയ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി, ബട്ട് നൗ ഇറ്റ് ഹാസ് റെസ്പെക്റ്റബിലിറ്റി. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്ലാജിയറിസം. ഇത്ര എഴുതിയാൽ മതി. പിന്നെ 21th ക്വസ്റ്റ്യന് മോണോലോജിക്കും ആൻഡ് ഡയലോജിക് നോവൽസിൻ്റെ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് നല്ല എന്താ പറയുക ശ്രദ്ധയോടെ കേൾക്കട്ടോ. മോണോലോജിക്കിന് ഒരു സിംഗിൾ വോയിസ് ആവും കൺട്രോൾ ചെയ്യുന്നത്. ഡോമിനേഷൻ ഈസ് ബൈ എ സിംഗിൾ വോയിസ്, സിംഗിൾ കൺട്രോളിങ് വോയിസ് ആവും. പക്ഷെ അതിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ടാവും, എന്നാലും ഒരു സിംഗിൾ വോയിസ് ആവും. അങ്ങനെ നിങ്ങൾ മോണോ സിംഗിൾ. ഡിഫറെൻ്റ് ആണ്. ഡയലോജിക്കൽ ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് ടു ബി ഹേർഡ്, നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ രണ്ട് നോക്കുക. മോണോ ആയിട്ട്, അതായത് ഒന്ന് മാത്രം, സിംഗിൾ കൺട്രോളിങ് വോയിസ് ആണ്, അത്ര മാത്രം ഓർത്തിച്ചാൽ മതി. അൽദോ ദർ ആർ ഡയലോഗ്സ് ഇൻ ഇറ്റ്, അതിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, എന്നാലും ഒരു സിംഗിൾ വോയിസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡൊമിനേഷൻ ഈസ് ബൈ എ സിംഗിൾ കൺട്രോളിങ് വോയിസ് അൽദോ ദർ ആർ ഡയലോഗ്സ് ഇൻ ഇറ്റ്. പിന്നെ ഡയലോജിക് നോവലിൽ ഡൈ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, രണ്ടാണ്. അപ്പോൾ രണ്ട് മീൻസ് ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് ടു ബി ഹേർഡ്. ഓക്കെ, അത്ര മാത്രം മതി. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യന് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്താണെന്നാണ്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ
കഴിഞ്ഞ കാലഘട്ടം അല്ലെങ്കിൽ ഒരു ചരിത്രമൊക്കെ ആയിരിക്കും അതിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഇമാജിനറി ഫിക്ഷണൽ ആവാം, അല്ലെങ്കിൽ റിയലായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ജനങ്ങളാവാം. ചിലപ്പോൾ ഇത് രണ്ട് തരത്തിലും രണ്ടും ബോത്ത് കൂടി ചേർന്നിട്ട്, അതായത് ഫിക്ഷണലും ഹിസ്റ്റോറിക്കലും കൂടി ചേർന്നിട്ടുള്ള കഥാപാത്രങ്ങളും ആയേക്കാം. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ പഴയ ആചാരങ്ങൾ, സോഷ്യൽ ആൻഡ് കസ്റ്റംസ് നോംസ്, അതൊക്കെയാണ് കാണിക്കാം. സോഷ്യൽ കണ്ടീഷന്, അതുപോലെ മാനറ്, സോഷ്യൽ നോംസ്, കസ്റ്റംസ്, ആ സ്റ്റേജിലെ ഈ കണ്ടീഷനൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതാ ഒരു ഫിക്ഷനാണ്, ടൈപ്പ് ഓഫ് ഫിക്ഷൻ ഇതാദ്യം. ഓക്കെ, പിന്നെ ഇതാ ഇറ്റ് ഡിസ്ക്രൈബ് എ ഹിസ്റ്റോറിക് ഇവൻറ്റ് ഓർ ആൻ ഇറ മീൻസ് ആ ഒരു കാലഘട്ടം. ഇവൻറ്റ് ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഹിസ്റ്റോറിക് സംഭവമോ അല്ലെങ്കിൽ ഒരു ഇറ ആ കാലഘട്ടമാണ് നമുക്ക് വിവരിച്ചിരുന്നത്. അതിലെ ക്യാരക്ടേഴ്സ് ഒന്നെങ്കിൽ ഫിക്ഷണൽ ആവാം, ഇമാജിനേറ്റീവ് ആവാം, ഓർ ഹിസ്റ്റോറിക്കൽ ആവാം, ഓർ ബോത്ത് രണ്ടും മിക്സ് ആയിട്ടുള്ളതാവാം. ഓക്കെ, പിന്നെ അത് ഇറ്റ് ട്രൈ ടു ഷോസ് ആസ് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്, മാനറ്, സോഷ്യൽ നോംസ്, കസ്റ്റംസ്, സോഷ്യൽ കണ്ടീഷൻ ഓഫ് പാസ്റ്റ് ഏജ്. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ക്രൈം ഫിക്ഷന് ഡിഫർ ഫ്രം ഡിറ്റക്റ്റീവ് ഫിക്ഷന്. ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ നിന്നും ക്രൈം ഫിക്ഷൻ എങ്ങനെ ഡിഫർ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് പറഞ്ഞാൽ ഒരു അന്വേഷകന്, അതൊരു പ്രൊഫഷണൽ ആവാം അല്ലെങ്കിൽ ഒരു അമേച്ചർ ആവാം. അത് ഇൻവെസ്റ്റിഗേറ്റ്സ് എ ക്രൈം, ഒരു ക്രൈം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഒരു ഡിറ്റക്റ്റീവ്. ഇറ്റ് മേ ബി എ പ്രൊഫഷണൽ ഓർ എ അമേച്ചർ ഇൻവെസ്റ്റിഗേറ്റ്സ് എ ക്രൈം. അപ്പോൾ ഈ ഒരു ക്രൈം പലപ്പോഴും ഇതൊരു മർഡറർ കേസായിരിക്കാം അല്ലേ, ഓഫൺ ഇൻവോൾവിങ് എ മർഡറർ. ആൻഡ് ഈ ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക, ദ യൂസ് ഓഫ് വേരിയസ് ക്ലൂസ്, ഒരുപാട് ക്ലൂസൊക്കെ വെച്ചിട്ട് ബുദ്ധിപരമായി ഇൻ്റലിജൻ്റൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഇത് സോൾവ് ചെയ്യുക ഈ ക്രൈം. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതിയിട്ട് എഴുതുക, കമ്പയർ ചെയ്യാനാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതിയിട്ട് എഴുതുക. ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ ഒരു ഡിറ്റക്റ്റീവ് ഇറ്റ് മേ ബി എ പ്രൊഫഷണൽ ഓർ എ അമേച്ചർ ഇൻവെസ്റ്റിഗേറ്റ്സ് എ ക്രൈം, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇറങ്ങുന്നു. ഓക്കെ, ദ കേസ് മേ ബി ഓഫൺ ഇൻവോൾവിങ് മർഡർ. ഞാനിവിടെ പോയിൻസുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഓർത്തൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്കിതിൽ ഒരുപാട് ആഡ് ചെയ്യണം. അപ്പോൾ ഓഫൺ ഇൻവോൾവിങ് എ മർഡർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുക ദ കേസ് മേ ബി ഓഫൺ ഇൻവോൾവിങ് എ മർഡർ എന്നൊക്കെ ഇത് ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ്, അല്ലാതെ പോയിന്റ് വൈസ് ഒന്നും ആയിട്ട് എഴുതിക്കരുത് കേട്ടോ. ഓഫൺ ഇൻവോൾവിങ് എ മർഡർ. പിന്നെ ദ ഡിറ്റക്റ്റീവ് സോൾവ്സ് ക്രൈം, സോൾവ് ചെയ്യുന്നു എന്തിലൂടെ, ത്രൂ ദ യൂസ് ഓഫ് വേരിയസ് ക്ലൂസ്. ഓക്കെ, പിന്നെ ക്രൈം ഫിക്ഷനിൽ എങ്ങനെയാണ്, അത് ഫോക്കസസ് ഓൺ ദ ക്രിമിനലിനെയാണ് മെയിനായിട്ട്. ക്രിമിനൽ അങ്ങനെ ഓർത്തിച്ചാൽ മതി. ക്രിമിനലിനെയാണ് മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക. ക്രിമിനലിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് അതിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, റേദർ ദാൻ ഡിറ്റക്റ്റീവ് ആൻഡ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഡിറ്റക്റ്റീവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല, അതിനേക്കാളും ഇവിടെ ക്രിമിനലിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ക്രൈം ഫിക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഒരുപാട് ക്ലൂസൊക്കെ കിട്ടിയിട്ട് കേസ് സോൾവ് ചെയ്യുന്നു. പക്ഷേ ക്രൈം ഫിക്ഷനിൽ ക്രിമിനലിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റൊക്കെ നോക്കിയിട്ട് ആണ് സോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ 24th ക്വസ്റ്റ്യന്, പിന്നെ ആൻറ്റി നോവലാണ് 24th ക്വസ്റ്റ്യന്. അതിൻ്റെ എക്സാമ്പിളും കൊടുക്കാനുണ്ട്. ആൻറ്റി നോവൽ ഒരു എക്സ്പെരിമെൻറ്റീവ് ഫിക്ഷനാണ്, അതായത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവലാണ്, പരീക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോവലാണ് എക്സ്പെരിമെൻറ്റ് ഫിക്ഷൻ. അപ്പോൾ അതിൽ സാധാരണ നമ്മളൊരു ഫിക്ഷൻ എഴുതുമ്പോഴുള്ള പല കാര്യങ്ങളും അതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, ഇറ്റ് അവോയ്ഡ് ട്രഡീഷണൽ എലമെൻറ്റ് ഓഫ് ഫിക്ഷൻ ദാൻ യൂഷ്വൽ. അതിലെന്തൊക്കെയാണ് വേണ്ട, നോ ക്യാരക്ടറൈസേഷൻ അതിൽ വേണ്ട, നോ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതായത് ഇപ്പോൾ ക്യാരക്ടറിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്നും ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യണ്ട, ലൊക്കേഷൻ ഇൻ ടൈം വേണ്ട, നോ സ്പേസ് വേണ്ട, നോ പ്ലോട്ട് വേണ്ട, റീഡേഴ്സ് ക്യാൻ സ്റ്റാർട്ട് റീഡ് അറ്റ് എനിവെയർ, എവിടെ വേണമെങ്കിലും റീഡേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു നോവലാണ് ആൻറ്റി നോവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, അതൊരു എക്സ്പെരിമെൻ്റൽ ഫിക്ഷനാണ്. ഇറ്റ് അവോയ്ഡ് ട്രഡീഷണൽ എലമെൻറ്റ് ഓഫ് ഫിക്ഷൻ ദാൻ യൂഷ്വൽ. ട്രഡീഷണലായിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു ഫിക്ഷനിൽ പല കാര്യങ്ങളും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നോ ക്യാരക്ടറൈസേഷൻ വേണ്ട അതിൽ, നോ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, പിന്നെ നോ ലൊക്കേഷൻ ഇൻ ടൈം, നോ സ്പേസ്, നോ പ്ലോട്ട്, റീഡേഴ്സ് ക്യാൻ സ്റ്റാർട്ട് എവ്രിവെയർ ഓർ എനിവെയർ. ഓക്കെ, ഇത്രയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ